ക്ലൈമറ്റില് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇതിലും നല്ലൊരു ഹെയർ കെയർ ഇനി വരാനേ ഇല്ല കേട്ടോ. നമ്മളെല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീനും ഒരു ഹെയർ പാക്കും ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. സാധാരണ സമയങ്ങളിൽ നിന്നും ഈ ഒരു കാറ്റുകാലത്ത് നമ്മുടെ മുടി ഒരുപാട് കൊഴിയാനുള്ള സാധ്യതകൾ ഉണ്ട്. അതേപോലെ തന്നെ മുടി ഡ്രൈ ആവാറുണ്ട്, മുടിയിൽ സ്പ്ലിറ്റൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ മുടി ചീവുന്ന സമയത്ത് അമിതമായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടാവുക, മുടി പൊട്ടിപ്പോവുക. ഇങ്ങനെയുള്ളതൊക്കെ ഈ ഒരു ക്ലൈമറ്റിൽ സർവ്വസാധാരണമാണ്. ഈ ഒരു ക്ലൈമറ്റിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ മുടിയിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ മാറ്റി നോർമലി എങ്ങനെയാണോ നമ്മുടെ മുടി ഇരിക്കണത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നിങ്ങൾക്ക് എന്ത് ട്രൈ ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനേ പറ്റണില്ല, മുടിയിൽ ഒരു തുള്ളി പോലും വ്യത്യാസം കൊണ്ടുവരാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെയ്താൽ മതി. എപ്പോഴും ഞാൻ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നില്ല. ആഴ്ചയിൽ ഒരു വട്ടം ഇന്ന് ഞാൻ കാണിക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തിരുന്നാൽ ഒറ്റ ഹെയർ വാഷിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് നിങ്ങളുടെ മുടിയിൽ കാണാൻ സാധിക്കും. ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങളുടെ മുടിയിൽ കാണാൻ സാധിക്കും. ഞാൻ ഇതവിടെ കൊടുക്കാം കേട്ടോ, കണ്ടില്ലേ? ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇത്രമാത്രം റിസൾട്ട് ആണെങ്കിൽ മുടി ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രമാത്രം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, ഞാൻ പറയുന്നത് പോലെ ജസ്റ്റ് ഒരൊറ്റ തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 200% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്യണേനും ഞാൻ പറയുന്ന രീതികളിൽ നിങ്ങൾ ഹെയർ കെയർ ചെയ്ത് ഹെയർ വാഷ് ചെയ്യണേനും ഒരുപാട് ഡിഫറൻസ് ആണ് നിങ്ങളുടെ മുടിയിലേക്ക് വരിക. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി ഞാൻ കൂടുതലായിട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഞാൻ എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഇന്നും ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. അത്രമാത്രം റിസൾട്ടാണ് ഉലുവ നമുക്ക് തരിക കേട്ടോ. സിമ്പിളായിട്ട് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉള്ള ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയുന്നില്ല എന്നുള്ളതാണ്. ഉലുവ വെച്ചിട്ടുള്ള ഹെയർ കെയർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളത് മിസ് ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത്രമാത്രം റിസൾട്ടാണ് ഉലുവ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത്. അതേപോലെ തന്നെ എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയതുമാണ് നമ്മുടെ ഉലുവ. അപ്പോൾ എൻ്റെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ 3 ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നേരെ പാതി 1.5 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ ദൈപ്പ് ഇതിൽ കാണുന്നത് പോലെ നല്ലപോലെ ഉലുവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നമ്മുടെ ഉലുവയുടെ വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. അത് വേറൊരു കാര്യത്തിനുള്ളതാണ്, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇനി നമ്മുടെ ഉലുവ മാത്രമായിട്ട് വെക്കുക. ഇനി ഈ ഒരു ഉലുവയിലോട്ട് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങയാണ്. തേങ്ങ ചിരവിയത് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു മുടി മുഴുവനായിട്ടും ചിരവ് ചെയ്ത് എടുക്കുന്നുണ്ട്. തേങ്ങ പാലുണ്ടല്ലോ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടിയിൽ എക്സ്ട്രാ ഡ്രൈനെസ്, സ്പ്ലിറ്റൻസ്, മുടി കട്ടായി പോവുക, ഇതൊക്കെ മാറ്റി നമ്മുടെ മുടിയെ നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു കാറ്റ് സമയത്ത് എല്ലാവരും ഈ ഒരു തേങ്ങാപ്പാൽ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യണമെന്നാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ അരമുടിയോളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത് കഴിഞ്ഞാലും ഇതിൻ്റെ നമ്മുടെ തേങ്ങയുടെ ആ ഒരു തരിയും ഉലുവയുടെ ആ തരികളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പോളിസ്റ്ററിൻ്റെ ഷോൾ എടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ക്രീമി പേസ്റ്റ് മാതിരി ആയിട്ടുണ്ടാവും നമ്മുടെ ഹെയർ പാക്ക്. ഈ ഒരു ഹെയർ പാക്ക് കാണുമ്പോൾ എങ്ങനെ ഒരു ക്രീമിനെസ് ഉണ്ടോ അതേ ഒരു റിസൾട്ടാണ് നമ്മുടെ മുടിയിലും കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഹെയർ ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കുറച്ച് വെള്ളം വെക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ എണ്ണ ആ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക ഒരു ബൗളിലെടുത്തതിന് ശേഷം. എന്നിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് ചെറുങ്ങനെ ഒന്ന് ചൂടാകുന്ന സമയത്ത് അതിൽ നിന്ന് എടുക്കുക. ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൊട്ടീൻ, ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു റൊട്ടീൻ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം
നമ്മുടെ ഈ ഒരു പ്രഷർ പോയിന്റിൽ വേണം ആദ്യം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രഷർ പോയിന്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 4 വിരലെടുക്കുക, നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് വയ്ക്കുക, വീണ്ടും 4 വിരൽ വയ്ക്കുക. ഇതാ അടുത്തത് കാണുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രഷർ പോയിന്റ് കേട്ടോ. ഈ ഒരു പ്രഷർ പോയിന്റിൽ നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പണ്ട് കാലത്ത് നെറുകത്ത് എണ്ണ വെക്കണത്, അല്ലെങ്കിൽ ഉച്ചിയിൽ എണ്ണ വെച്ച് കുട്ടികൾക്കൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ എണ്ണ എടുത്ത് തന്നെ ഉച്ചിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക അല്ലേ. അതേപോലെ നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ബാക്കി നമ്മൾ നോർമൽ എങ്ങനെയാണോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണത് അതേപോലെ വകച്ചിലെടുത്ത് നിങ്ങളുടെ മുടിയിലും നിങ്ങളുടെ സ്കാൽപ്പിലും നല്ലപോലെ ഡീപ്പായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും ഹെയർ ഓയിൽ ചെയ്യുന്ന വീഡിയോ കാണിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനത് കാണിക്കണില്ല കേട്ടോ. അപ്പം ഞാൻ ആദ്യം മുഴുവനായിട്ടും ഹെയർ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഹെയർ ഓയിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ തുമ്പത്തുണ്ടല്ലോ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം സ്പ്ലിറ്റൻസ് ധാരാളം വരുന്നൊരു സമയമാണ് ഈ ഒരു കാറ്റുകാലം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ തലപ്പത്തും നല്ലപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നല്ലൊരു മസാജ് നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കുക കേട്ടോ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മസാജ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഹെയർ ഓയിൽ ഉണ്ടല്ലോ അത് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഈവണായിട്ട് സ്പ്രെഡ് ആവാനും ഒരേപോലെ നമുക്ക് എല്ലായിടത്തും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അത് സഹായിക്കും കേട്ടോ. അപ്പം നല്ലൊരു മസാജ് കൊടുത്തതിന് ശേഷം മുടി ഫ്രണ്ടിലോട്ടിട്ട് വീണ്ടും നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മുടി കെട്ടിവെക്കാം. മുടി കെട്ടിവെച്ച് ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പം ഞാൻ മുടി കെട്ടിവെക്കുന്നുണ്ട്. ഇനി ഞാൻ ഹെയർ പാക്ക് മുടിയിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലും നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കാറ്റ് സമയത്ത് നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ ഡ്രൈനെസ്, മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റൻസ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അടിപൊളി സൊല്യൂഷനാണ് ഈ ഒരു ഹെയർ പാക്ക്. അതിലുപരി നമുക്ക് മുടി നന്നായിട്ട് വളരാനും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും മുടി നല്ലപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്താക്കി മാറ്റാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടും കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തലയുടെ ഓട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ മുടിയിൽ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലെയർ എടുക്കുക. ഒരു ലെയർ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയോട്ടി മുതൽ, തലയോട്ടി അല്ല, നിങ്ങളുടെ മുടി വേര് മുതൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ മുടിയുടെ തുമ്പ് വരയ്ക്കും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടിയിലും നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാണുന്നുണ്ടോ? കണ്ടോ? കാണുന്നുണ്ടോ? ഈ ഒരു രീതിയിൽ നിങ്ങൾ മുടിയിൽ ഫുള്ളായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി കാണിച്ചത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഓരോ ലെയറുകളായിട്ട് തിരിച്ചിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്താലും മതി. അപ്പം ഞാൻ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യണത് വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് വരട്ടെ. അപ്പം ഞാൻ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് മുടി കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹെയർ പാക്ക് എത്ര ക്രീമിയാണോ ഇതേ ഒരു ക്രീമി സോഫ്റ്റായിട്ട് നമ്മുടെ മുടിയും മാറും കേട്ടോ. അപ്പം ഞാൻ ബാലൻസ് ഉള്ളത് കളയണ്ടെന്ന് വിചാരിക്കുന്നു. അതും കൂടെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ 20 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരുന്നാൽ മതി. ഒരുപാട് ഡ്രൈ ആവാനായിട്ട് നിങ്ങൾ വെക്കരുത്. 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം മാത്രം നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക കേട്ടോ.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഉലുവട വെള്ളം ഉണ്ടല്ലോ, അതിലോട്ട് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പൂ കുറച്ചിടുക. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലോട്ട് വീണ്ടും ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ നൊരച്ച് പൊന്തും. ഈ ഒരു വെള്ളം ഉപയോഗിച്ച് വേണം നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ 99% മുടിയിലെ പ്രശ്നങ്ങളും മാറി മുടി അടിപൊളിയായിട്ട് വളരും. മുടി കൊഴിച്ചിൽ ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാനും ഇത് സഹായിക്കും കേട്ടോ. അത്രയ്ക്കും എഫക്റ്റീവാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഹെയർ പാക്ക് ഒന്ന് നല്ലപോലെ വെള്ളം ഒഴിച്ച് വൃത്തിക്ക് കഴുകിയെടുക്കുക. ഡയറക്റ്റായിട്ട് ഈ ഒരു വെള്ളം നിങ്ങൾ ഉപയോഗിക്കരുത്. ആദ്യം പച്ചവെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ മുടിയും സ്കാൽപ്പും നമ്മൾ അപ്ലൈ ചെയ്ത ഹെയർ പാക്കൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി കളയുക. അതിനുശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ച ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മുടെ തലയുടെ ഓട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴുകിയെടുക്കുക കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലുള്ള ഡേർട്ടും പൊടികളൊക്കെ ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വൃത്തിയായി നമ്മുടെ തലയുടെ ഓടും മുടിയൊക്കെ ക്ലീനായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസും കാണാൻ കഴിയും. മുടിയിൽ ആ ഒരു ഷൈനിങ്ങും ആ ഒരു തിളക്കമൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇത്രമാത്രം റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ റിസൾട്ട് ഇതിലും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷമുള്ള റിസൾട്ടുമായിട്ട് വരാം. മുടിയിൽ ആ ഒരു ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? നല്ലപോലെ മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ, മുടി ഉണങ്ങുന്നതേ ഉള്ളൂ. പക്ഷെ മുടിയിൽ ആ ഒരു ഷൈനിങ്ങും ആ ഒരു തിളക്കവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഉലുവടയും അതേപോലെ തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ലേ, നമ്മുടെ തേങ്ങ, അതിൻ്റെയും ആ ഒരു ഷൈനിങ്ങും ആ ഒരു തിളക്കവും ആണ് കേട്ടോ നിങ്ങളിത് കാണുന്നത്. നിങ്ങൾക്ക് മുടി ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് അറിയാൻ കഴിയും കേട്ടോ. മുടി ഉണങ്ങാത്തതിന് മുന്നേ ഞാൻ കാണിക്കണതാണ്. ഉള്ളിലൊന്നും മുടി ഉണങ്ങിയിട്ടില്ല, എന്നിരുന്നാലും കണ്ടില്ലേ നമ്മുടെ മുടിയിൽ എത്രമാത്രം സ്മൂത്ത്നെസ് ആണ്, എത്രമാത്രം സോഫ്റ്റ്നെസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാലുണ്ടല്ലോ ഇതിന്റെ അഡിക്റ്റ് ആയി പോകും. അത്രമാത്രം നമ്മുടെ മുടിയെ ടോട്ടലി ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഹെയർ പാക്കാണിത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഐ മീൻ നിങ്ങളിത് ചെയ്യാതിരിക്കുന്നത് ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ മുഴുവനും കാണിച്ചത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതേ ഉള്ളൂ. ഇനി ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ഇതിന്റെ ടോട്ടലായിട്ടുള്ള ഒരു ഡിഫറൻസും കൂടി കാണിക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ മുടിയിലെ ആ ഒരു ഡിഫറൻസ്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് സ്മൂത്തനിങ്ങും കെറാറ്റിനും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ട് ചെയ്യില്ലേ? പക്ഷേ അതൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ആഫ്റ്റർ കെയർ തീർച്ചയായിട്ടും നമുക്ക് ഹെയർ ഫോളും ആ മുടിയിൽ പ്രശ്നങ്ങളും വരാറുണ്ട്. അത് മെസ്സേജായിട്ടൊക്കെ നമുക്ക് അയക്കാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. പക്ഷേ അതൊന്നുമില്ലാതെ, കെമിക്കൽ ഒന്നുമില്ലാതെ, സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച്, വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ മുടിയെ ഇങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ ഹെയർ പാക്കുകളും മാറ്റി മാറ്റി ട്രൈ ചെയ്യുമ്പോൾ ശരിക്കും എനിക്കും അതിശയമാണ് കേട്ടോ. എൻ്റെ അമ്മയെ വീട്ടിലുള്ള വളരെ നമുക്ക് എന്താ പറയുക, വിലയില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്. പക്ഷേ നിസ്സാരമായിട്ട് നിങ്ങൾ ഒന്നിനെയും കാണരുത്. ആഫ്റ്റർ റിസൾട്ട് അടിപൊളിയാണ്. നിങ്ങളുടെ മുടി കൊഴിച്ചിലും നിങ്ങളുടെ മുടിയിലെ സ്പ്ലിറ്റൻസും ഡ്രൈനെസ്സും ഒക്കെ മാറി നിങ്ങളുടെ മുടിയെ നല്ല പോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, സ്റ്റൈലായിട്ട് നിങ്ങളുടെ മുടി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ കെയർ സഹായിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിളായിട്ടുള്ള റൊട്ടീൻ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടം വെച്ച് ചെയ്തു വരൂ കേട്ടോ. ഒരു വട്ടം വെച്ച് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ മുടി ടോട്ടലി മാറും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും എനിക്ക് തന്നെ തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി കാണുന്ന. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.